എന്താ ചേച്ചി കണ്ടോ? ഇത്തവണ നിരാശ സാഗറെ, കാണാൻ പറ്റിയില്ല. അയ്യോ, അതെന്ത് പറ്റി? മേഘേട്ടനൊരു നെഞ്ചുവേദന. ഇപ്പൊ ഐസിയുനകത്താ. അറ്റാക്കാണോ? അറിയില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന സമയത്താ മേഘേട്ടൻ ഐസിയുലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് അതിന്റെ പഴി എനിക്ക് കേൾക്കേണ്ടി വന്നു. അതെന്തു ചേച്ചി? സാഗറിനറിയാലോ എന്റെ വീട്ടിലെ കാര്യങ്ങൾ കുറെയൊക്കെ. കണ്ണേട്ടനൊഴിച്ച് ആ കുടുംബത്തിലെ എല്ലാവർക്കും ഞാനൊരു ഭാഗ്യദോഷിയാ. അങ്ങനെയുള്ളവരെവിടെ ചെന്നാലും നല്ലതൊന്നും സംഭവിക്കില്ലല്ലോ. എന്നാലും ചേച്ചിയെ പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുടുംബിനിയായ ഒരാളെ പറ്റി അവർക്കൊക്കെ എങ്ങനെയാ ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്നത്? അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും വന്ന കാര്യം നടന്നില്ലല്ലോ. ഇനിയിപ്പോ നമുക്ക് ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് മടങ്ങിപ്പോവാം. ശരി ചേച്ചി, വാ. ചേച്ചിക്ക് ടെൻഷൻ ഉണ്ടായ സങ്കടങ്ങൾ പറയാൻ ഉടനെ ക്ഷേത്രത്തിലേക്ക് പോവുമല്ലോ. ഇന്നും എന്റെ സങ്കടങ്ങൾ കേട്ടിട്ടേയുള്ളൂ കുടുംബദേവത. ആ പരിസരത്ത് നിൽക്കുന്നത് തന്നെ ഒരു സമാധാന. എന്റെ സമാധാനം നിനക്കൊപ്പമുള്ള യാത്രകളാണ് ലച്ചു. എന്നാ പോവാം ചേച്ചി. എന്റെ കണ്ണേട്ടനുണ്ടാവേണ്ട അപകടമാ വഴിമാറിപ്പോയത്. എങ്കിലും ആ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മേഘേട്ടനാ. അദ്ദേഹത്തിന് ഒരാപത്തും ഉണ്ടാകാതെ രക്ഷിക്കണേ അമ്മേ മഹാമായേ. മോളെ, മോക്കിപ്പൊ കുറച്ച് വിഷമമൊക്കെ ഉണ്ടല്ലേ? ചിലരൊക്കെ മോളെ മനഃപൂർവ്വം കുത്തി നോവിക്കുന്നുണ്ടല്ലേ? അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലാവും. എല്ലാം അറിയേണ്ട സമയത്ത് അറിയാനും മനസ്സിലാക്കി തരാനും ആൾക്കാരുണ്ട്. വീട്ടിലൊരാൾക്ക് വിശേഷം ഉണ്ടല്ലേ, അനിയത്തിക്കുട്ടിക്ക്. എന്നാ കേട്ടോ, മോൾക്കും അങ്ങനൊരു വാർത്ത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. മോളും ഒരു കുഞ്ഞിന്റെ അമ്മയാവും. ഒന്നൊന്നും പറഞ്ഞൂടാ, 1-2 കുട്ടികളുടെ അമ്മയാകാനുള്ള യോഗം മോൾക്കുണ്ട്. അമ്മ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കില്ല എന്നായിരിക്കും മോള് ചിന്തിക്കുന്നേ. എന്നാ നടക്കാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല മോളെ. മോൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എല്ലാം വരും. മോള് സ്വപ്നം കണ്ടതുപോലെ നിങ്ങൾ കൃഷ്ണനും രാധയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ലാളിക്കും. അത് നേരത്തെ എഴുതപ്പെട്ടതാ. ശരി മോളെ.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.